Ladies and gentlemen, this is Adesh and welcome to my comedy. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. കോഞ്ചറിങ് ഒക്കെ എന്തോട്ട് കോഞ്ചറിങ് മനെ ഹൊറർ സിനിമയ്ക്ക് ബെഞ്ച് മാർക്ക് പടം. മലയാളത്തിൽ നിന്ന് ഒരു ഹൊറർ സിനിമ വന്നിട്ടുണ്ട്. ഇന്ത്യൻ സിനിമ മാത്രമല്ല, ഇന്റർനാഷണൽ സിനിമ വരെ ഈ പടത്തിനെ കണ്ടു പഠിക്കണം. ഇങ്ങനെ വേണം ഹൊറർ പടം പിടിക്കാൻ. യൂഷ്വലി നമ്മൾ ഈ കോഞ്ചറിങ് ഒക്കെ കണ്ടിട്ട് പറയില്ലേ, പേടിച്ച് മൂത്രം പോയി എന്നൊക്കെ. ഇത് പേടിച്ച് ഉയിര് പോയി. ഞാനൊക്കെ ഇത് കണ്ടിട്ട് ഇന്നലെ ചത്തു. ഇത് എന്റെ പ്രേതാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഹൊറർ സിനിമ എടുക്കാൻ ആഗ്രഹമുള്ളവര് ആദ്യം ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വീട്ടിലോട്ട് ട്യൂഷൻ പോവാം, എങ്ങനെ ഹൊറർ പടം എടുക്കരുത് എന്ന് മനസ്സിലാക്കാൻ. ചിത്തിനി യക്ഷിയുടെ കഥ പറയുന്ന സിനിമയാണ് ചിത്തിനി. മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ധ്യാൻ ശ്രീനിവാസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, അങ്ങേർക്ക് ഈ ബോംബിനോട് പ്യാർ ഇഷ്ക് മൊഹബത്ത് പൈത്യാണ്. എന്നാൽ ധ്യാൻ ശ്രീനിവാസിന് ഒരു OTT പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതാണ് മനോരമ മാക്സ്. 2026 2026 ബോംബുകൾ അവർക്ക് പോരാ പറഞ്ഞിട്ട് 2023 2024 ബോംബുകളൊക്കെ പെറുക്കി എടുത്തിട്ട് വരുന്നുണ്ട്. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എവിടുന്ന നിങ്ങൾക്ക് ഇത്ര സുസ്കാന്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഡയറക്ട് ചെയ്ത് അമിത് ചക്കാലക്കൽ, മോക്ഷ, കള്ളനും ഭഗവതിയിലെ ദേവി, നമ്മുടെ വിനയ് ഫോർട്ടൊക്കെ അഭിനയിച്ച പടമാണ് സിത്തിനി. ഈ സിനിമ പറഞ്ഞു പോണത് ഗർഭിണിയായ ഒരു യക്ഷി, അതാണ് സിത്തിനി. ഈ സിത്തിനി താമസിക്കുന്ന ഒരു കാടുണ്ട്, പത്തിരിക്കാടാ, പറാട്ടക്കാടാ, അങ്ങനെ എന്തൊരു കാടാണ്. അവിടെ വരുന്ന ആൾക്കാരൊക്കെ പേടിപ്പിച്ച് വിടുന്ന ഒരു ഡമ്മി പീസ് പ്രേതമാണ്. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ്, വെള്ളയല്ല, ക്ലീശയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഏത് നേരവും മുടി വിരിച്ച് വരും. ഇനിയിപ്പോ മുടിയുടെ അഡ്വർടൈസ്മെന്റ് ആണോ എന്ന് പോലും അറിയില്ല. ഇവിടെ ഓരോരുത്തന്മാര് മുടി പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യില്ല. ഇവിടെ കണ്ട പ്രേതമായിട്ട് ചത്തിട്ട് പ്രേതമായി, എന്നിട്ട് മുടി കെയർ ചെയ്യലാണ്. ആ പൊറോട്ട കാർഡിലോട്ട് നമ്മുടെ അണ്ണൻ അമിത് ചക്കാലക്കൽ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു. ആള് CI ആണ്, ആളുടെ പെണ്ടാട്ടിയാണ് മോക്ഷ. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ഭട്ടതിരിയും അതേപോലെ തന്നെ ഒരു കത്തനാരും കൂടിയിട്ട് ഒരു ചിത്തിനിന്ന് ഒരു രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി പോണ്ട്. രണ്ടും പേടിത്തൂറികളാണ്, പോണ വഴിക്ക് തന്നെ പേടിച്ച് മൂത്രം ഒഴിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മോക്സ ചേച്ചിയുടെ ഡാൻസ് ആണ്. ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയാനുള്ളത് ആ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. എന്നാൽ പോലെ അതിന്റെ നെസസിറ്റി എന്താണ്, റെലവൻസ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ കൊച്ചിന് ഡാൻസ് ഇഷ്ടമാണ് പറഞ്ഞിട്ട് കുട്ടീനെ തേങ്ങ കയറ്റണ പോലെയാണ് ഡാൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്ക് ഡാൻസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഭർത്താവും ഭാര്യയും തമ്മിൽ റൊമാൻസിന്റെ ഇടയിൽ ഡാൻസ് ഉണ്ട്. പിന്നെ വലിയൊരു ഡാൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. നമ്മുടെ മോക്സ ചേച്ചി ഗർഭിണിയാണ്. ആ സമയത്ത് 4-5 ഗുണ്ടകള് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഫൈറ്റിന്റെ ഇടയിൽ ഈ കൊച്ച് ഗുണ്ടകളൊക്കെ അടിച്ചിടും, എന്നിട്ട് ഡാൻസ് കളിക്കുക. ആ മനസ്സ്, ഇതെന്താ ജിസ്ജോയി പടമാണ്, ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. വീണ് കിടക്കുന്ന ഗുണ്ടകൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടി ഡാൻസ് കളിക്കുന്ന നായിക ഏത് പടത്തിൽ കാണാൻ പറ്റും? നാഷണൽ അവാർഡ് കിട്ടിയ പടത്തിൽ, ഓസ്കാർ അവാർഡ് കിട്ടിയ പടത്തിൽ കാണാൻ പറ്റും? ഇല്ല. അതാണ് സിത്തിനി. അയ്യോ ഇങ്ങനെയൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. 10 പൈസയ്ക്ക് കൊള്ളാതെ പടം. ഏതെങ്കിലും ഒരു പോർഷനിൽ ഈ പടം ഇൻട്രസ്റ്റിംഗ് ആവോ ചോദിച്ചാൽ ഒട്ടുമില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പെർഫോമൻസ് വൈസ് അമിത് ചക്കാലക്കൽ, എനിക്ക് അമിത് ചക്കാലക്കലിനെ ഭയങ്കര ഇഷ്ടമാട്ടോ. ആള് അത്യാവശ്യം നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല. മുത്തശ്ശി പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങേർക്ക് പറ്റുന്ന പരിപാടി ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടം ചെയ്യുന്നത്, നല്ല ഇടിയൊക്കെ ഉള്ള പടം, നല്ല കിഡു ബോഡിയൊക്കെ ഉണ്ട് അങ്ങേർക്ക്. അല്ലാതെ ഇജാതി സാധനത്തിലൊക്കെ കൊണ്ട് തല വെച്ച് കൊടുത്താൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ അങ്ങേരെ പെർഫോമൻസും വലിയ കാര്യമൊന്നുമില്ല. റൊമാൻസ് പറഞ്ഞിട്ട് അയ്യോ, ഇവർ രണ്ടുപേരുടെ റൊമാൻസ് ഉണ്ട്, അൺസഹിക്കബിൾസ് ആണ്. ഇതിൽ അമിത് ചക്കാലക്കൽ ഒരു ക്യാരക്ടർ ഉണ്ട്, വിശന്നിട്ട് ഇരിക്കുകയാണ്. ആകെ കയ്യിലുള്ള ആപ്പിളാണ്. ആപ്പിൾ മുറിക്കാൻ കത്തിയില്ല പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കത്തി കൊണ്ടുവരാൻ പറയും. അണ്ണാ പിന്നെ പല്ല് എന്തിനാണ് അണ്ണാ, ഡാൻസ് കളിക്കാനാ? മോക്ഷ ഇസ് വെരി ബ്യൂട്ടിഫുൾ. അതായത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. കള്ളനും ഭഗവതി സിനിമയിൽ ഡബ് ചെയ്ത ആൾ തന്നെയാണ് മോക്ഷയ്ക്ക് ഇതിലും ഡബ് ചെയ്ത് തോന്നുന്നു. ഇതിലും ദേവിയുണ്ട്. ദേവി ഫീവർ മാറിയിട്ടില്ല. ഇതിലും ദേവി പോലെയാണ് വർത്താനം. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത് പക്കാ ഡ്രാമാറ്റിക്. ഈ കൊച്ചു ദേവിയെ പോലെയാണ് ഇതിലും.
എന്റെ അച്ഛന്റെ നെഞ്ചിലെ ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡയലോഗ് ഉണ്ട്. അയ്യോ, അൺസഹിക്കബിൾ സാധനം. വിനയ് ഫോർട്ട് ഉണ്ട് ഇതിൽ. ഗോസ്റ്റ് ഗുണ്ടറാണ്. ഒരു പൈപ്പും കോലൊക്കെ പിടിച്ചിട്ട് പ്രേതത്തിനെ പിടിക്കാൻ പോയിട്ട് പേടിച്ചിട്ട് വരുന്നുണ്ട്. ഒന്നാമതേ ഇതിലുള്ളത് ഡമ്മി പ്രേതം. ആ പ്രേതത്തിനെ കണ്ടിട്ട് ഇവര് പേടിക്കുന്ന കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. ഇതിൽ വില്ലനായിട്ട് കാണിക്കുന്നത് ജോണി ആന്റണിയാണ്. അവസാനം ഒരു ട്വിസ്റ്റ് പോലെ വേറൊരു സാധനം കാണിക്കുന്നുണ്ട്. അത് അതിലേറെ നിർഗുണ വില്ലൻ. പ്രേതം എങ്ങനെ ചിത്തിനി എങ്ങനെ പ്രേതോ എന്തിന് ചിത്തിനിയെ കൊന്നു എന്നുള്ളതിന്റെ റീസൺ ഒക്കെ പറയാനായിട്ട് ചിരിയാണ് വരുന്നത്. സോ ഈ സിനിമയുടെ മ്യൂസിക് വർക്ക് അതിലേറെ പരാജയമാണ്. യൂഷ്വലി ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ മറ്റേ മ്യൂസിക് വർക്ക് ഒക്കെ അത്യാവശ്യം നൈസ് ആയിരിക്കും. ഇപ്പൊ അതും പറ്റ ശോകമാണ്. ആറ് നീ ആറാണ് നീ. എന്നെ അറിയില്ലേ? ആദർശ് അറിയില്ല? ഒരു പാട്ടാണ് ഇതൊക്കെ. സോ മനോരമ മാക്സിലാണ് ഈ പടം സ്ട്രീം ചെയ്യുന്നത്. 10 പൈസയ്ക്ക് കൊള്ളാത്ത പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പകൽപൂരം, ആകാശഗംഗ, മേഘ സന്ദേശം ഇതൊക്കെ ഇപ്പോഴും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള പടം. ഇനി എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല. അത്രയും എനിക്ക് ഇഷ്ടമുള്ള പടം. പറയുമ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് വരിക, ഇഡലി തിന്നുന്ന പ്രേതമൊക്കെ ആണെങ്കിൽ സ്റ്റിൽ ടി വിയിൽ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. എന്നാൽ ഈ റെയിൽവേ പാളത്തിൽ കൊണ്ട് തല വെച്ചാൽ ചാവും, അത്രേ ഉള്ളൂ. സോ വേണ്ടവർ കണ്ടു നോക്കുക. എനിക്ക് വർക്കായില്ല എന്ന് പറഞ്ഞു. സിത്തിനി ഈ സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്.